നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഇടിയൻ ചക്ക തോരൻ വയ്ക്കാം കേട്ടോ. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഇടിയൻ ചക്ക കൊണ്ട് ഒരു പുളിങ്കറി ഉണ്ടാക്കിയിരുന്നല്ലോ. ഇന്ന് നമ്മൾ തോരനാണ് വെക്കണത്. കണ്ടോ, ഇതാണ് ഇടിയൻ ചക്ക. നമുക്കതിനെ മുറിക്കാം. അതിൻ്റെ പശ അതിൽ മുളഞ്ഞ താഴെ വീഴാണ്ടിരിക്കാൻ കടലാസ് വയ്ക്കാം കേട്ടോ. മുളഞ്ഞ വരുന്നുണ്ട്, അതൊന്ന് ഒപ്പിക്കളയാം. ചെറുതായിട്ടേ ഉള്ളൂ മുളഞ്ഞ, അതായത് പശ ഈ കടലാസ് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തുടച്ച് കളയാം. ഇനി നമുക്കിതിനെ മുറിക്കാം. തോരനല്ലേ വയ്ക്കണത്, മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കാം. മുഴുവനോടെ തൊലി ചെത്താൻ ബുദ്ധിമുട്ടാണ്, പോവില്ല. അപ്പം നമുക്കതിനെ ഒന്ന് ഇങ്ങനെ മുറിച്ചാൽ എളുപ്പത്തിൽ തൊലിയെത്താൻ പറ്റും. നമ്മൾ പറയില്ലേ, വിഘടിപ്പിച്ചാൽ കീഴടക്കാൻ എളുപ്പമെന്ന്. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ വിഘടിപ്പിച്ചിട്ടല്ലേ കീഴടക്കിയത് എന്നതുപോലെ ഞാനതിനെ വിഘടിപ്പിച്ചതായി ഇത്രയും സുന്ദരമാക്കി സ്വന്തമാക്കി. ഇനി തൊണ്ടൊക്കെ എടുത്ത് കളയണം. അതിന് ശേഷമാണ് നമ്മൾ കറി വയ്ക്കേണ്ടത്. അതായത് കറിയുടെ കാല് കളഞ്ഞിട്ടേ വയ്ക്കാൻ പാടുള്ളൂ എന്നാണ് പറയുക പണ്ടത്തെ കാലത്ത് അമ്മമാർ. അത് വൃത്തിയാക്കി വെള്ളത്തിലിടാം. നമുക്കൊന്ന് കഴുകാം കേട്ടോ. ജയശ്രീ ഇത് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. ജയശ്രീയാണ് അതിൽ ഉപ്പൊക്കെ ചേർക്കണത്. ഉപ്പ് ചേർത്തു, പിന്നെ ഇത്തിരി വെള്ളം ഒഴിക്കണം. ആവശ്യമുള്ള ഉപ്പ് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുക്കുക. എല്ലായിടത്തേക്ക് ആക്കുകയാണ്. ഒരു തുള്ളി വെള്ളം ഒഴിക്കാം. ഒരു 2 കൈ വെള്ളം ഒന്ന് തളിച്ചാൽ ഈ കഷ്ണമായിട്ടില്ല അല്ലേ, മുറിച്ചോളൂ കുട്ടി, അടച്ചോളൂ കേട്ടോ. ഇനി ഈ അടപ്പ് കൊണ്ട് അടച്ച് അടുപ്പത്ത് വയ്ക്കുകയാണ് കേട്ടോ ഞങ്ങൾ. ഒരു വിസിലായാൽ അത് വേവും. ഇടിയൻ ചക്ക വെന്ത് കിട്ടും. അപ്പോഴേക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വെന്തോന്ന് നോക്കാം. വെന്തല്ലോ. ഇതിങ്ങനെ തന്നെ തിന്നാനും ടേസ്റ്റാണ്. ഇട്ടത്തിച്ചക്ക. പണ്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ടത്തിച്ചക്കയുടെ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. തങ്കമണി ടീച്ചർ പറഞ്ഞു തന്ന കഥ. ഇടിക്കാം. ഞാൻ ഇന്ന് ഇടിക്കുന്നത് കല്ലിലല്ല, നമ്മളുടെ പലകേമയാണ് കേട്ടോ. ബാക്കിയുള്ളത് ജയശ്രീ ഇടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് വയ്ക്കാൻ നോക്കുകയാണ്. ഓരോന്നായിട്ട്, അല്ല ചെറുത് മതി. ആദ്യം തന്നെ നമുക്ക് ജയശ്രീ ഇടിക്കുമോ ഒന്ന് കുറിച്ചോളൂ, ഇത് ആക്കിക്കോളൂ കേട്ടോ. അപ്പം ഞാൻ 2 പപ്പടം കാച്ചിയെടുക്കട്ടെ. അപ്പം പപ്പടം കാച്ചി കഴിയുമ്പോൾ ബാക്കിയുള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിൽ ഇത് വറുത്തിടാം. അപ്പോൾ ആ വെളിച്ചെണ്ണ വേസ്റ്റ് ആക്കണ്ടെന്ന് ചുരുക്കം. നമ്മൾ ജീവിക്കുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ജീവിതം മുന്നേറുന്നത്. ഒന്നും നഷ്ടപ്പെടുത്താൻ പാടില്ല. പപ്പടം അധികം പൊളയ്ക്കാണ്ടിരിക്കാൻ ഇതാണല്ലോ ചെയ്യുക നമ്മളെല്ലാവരും. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ ചെറിയ ആൾക്കാർക്ക് ദേഷ്യം വരണ്ടോ, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നിട്ട് വേണോ എന്ന്. അറിയുന്നവർക്കല്ല പറയണം, ഞാൻ പറയണത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, പുതുതായിട്ട് താമസിക്കുന്ന കുട്ടികൾ, ഇതുവരെയും പാചകം ചെയ്യാത്തവർ, അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ പറയണത് കേട്ടോ. അല്ല, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുക. നിങ്ങൾക്ക് വിരസതയുണ്ടെങ്കിൽ നിങ്ങൾ പതുക്കെ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. തയ്യാറായാലും ഇടിച്ച് കിട്ടി. ഇടിക്കാൻ സുഖമാണ് കേട്ടോ. എന്തെന്ന് വെച്ചാൽ അത്രയും വെന്തിട്ടുണ്ട്. ഇനി ഇത് വറുത്തിടാം. കടുകിട്ടു, ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ കടുകിട്ടു. അപ്പോൾ ഒട്ടും വെളിച്ചെണ്ണ വേസ്റ്റായില്ല കണ്ടോ. കുറച്ച് ഉഴുന്ന് പരിപ്പിട്ടാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി വറ്റൽമുളക് 2 എണ്ണം പൊട്ടിച്ചിട്ടു. ഇനി അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ചെറുതാക്കി അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില എല്ലാം അതും ഇട്ടു. നന്നായിട്ട് ഇളക്കും. ഇളക്കിക്കോളില്ലേ. യെസ്. ഇടിയൻ ചക്ക തോരൻ എന്ന് വെച്ചാൽ സൂപ്പറാണ്. കല്യാണങ്ങൾക്ക് പോയാൽ പോലും ഇപ്പോൾ ഇതാണ് കിട്ടുക. ആൾക്കാർക്ക് എന്താ ഇഷ്ടമെന്നറിയോ. ഞാൻ ഇപ്രാവശ്യം നമ്മുടെ ജയശ്രീയുടെ വീട്ടിലത്തെ കല്യാണത്തിന് പോയപ്പോണ്ടല്ലോ, ഇടിയൻ ചക്കയാണ്. എന്താ രസം എന്നറിയോ. പൊടിയായിട്ട് പൊടിച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിരിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഇടിയൻ ചക്ക. ചക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ,
കൊളസ്ട്രോളുകാർക്കും ഷുഗറുകാർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ചക്ക. ഇതാ ചക്ക ഇട്ടു, അതിൽ കണ്ടോ നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇട്ടു, നന്നായിട്ട് അതിങ്ങനെ ഇളക്കിയാൽ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. ഇനി കുറച്ച് നാളികേരം കൂടി ഇടാം അല്ലേ? ഇതാ മതിയോ? ഇടണോ? കുറച്ചുകൂടി മതിയല്ലേ? എത്ര മതി? ഓക്കെ. നാളികേരം അധികം ചെരുകിയാൽ ഞാനതെടുത്ത് ഒരു ചെപ്പിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പം നാളേക്ക് നമുക്ക് നാളികേരം ചെരുകണ്ടല്ലോ. നമ്മൾ ഈ വറുത്തിട്ട എല്ലാ സാധനങ്ങളും എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചു സൂപ്പറായിട്ടുള്ള ഒരു ഇടിയൻ ചക്ക തോരനാണ് കേട്ടോ ഇത്. അടിപൊളി. കൊതിയാവുണ്ടോ അല്ലേ? എനിക്ക് തന്നെ കൊതിയാവുന്നുണ്ട് കഴിക്കാനായിട്ട്. പണി കഴിഞ്ഞു, എന്തെളുപ്പം കഴിഞ്ഞു അല്ലേ? അപ്പോൾ നിങ്ങളുണ്ടാക്കി നോക്കൂ കേട്ടോ. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്തോളൂ. പിന്നെന്തായി, കഴിച്ച് നോക്കണോ? ഇട്ടത്തിച്ചക്കായി ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിങ്ങനെ ആക്കിയില്ലെങ്കിലും വെറുതെ പുഴുങ്ങിയിട്ട് അതങ്ങനെ പറക്കി തിന്നാലും ടേസ്റ്റാണ് കേട്ടോ. ഇതൊന്നും ചേർത്തില്ലെങ്കിലും ടേസ്റ്റാണ്, വിശപ്പൊക്കെ മാറും. നമ്മൾ കൊള്ളി പുഴുങ്ങി തിന്നില്ലേ, അതേപോലെ തന്നെ ചക്ക, ഇടിയൻ ചക്ക ഇതുപോലെ ആക്കിയാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? പകർത്താല്ലേ? ഊണ് കഴിക്കാറായിട്ടുണ്ട്. കുറേ എല്ലാ സാധനങ്ങളും പകർത്തി മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കാം. വരൂ കേട്ടോ, നിങ്ങളൊക്കെ വന്നോളൂ ഊണ് കഴിക്കാനായിട്ട്.